ഹായ് ഗൈസ്, ഇന്ന് നമ്മളിൽ 2 വണ്ടി വന്നിട്ടുണ്ട് സെയിലിനാണ്. അപ്പം ഇന്നത്തെ വിശേഷം ഫുള്ള് ആ വണ്ടികളെ പറ്റിയാണ്. ഓ എന്താണ് ഇമ്പോർട്ടൻ്റ് ഇറ്റാലിയൻ മസിൽസ്. ഓ, അതിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. അത് ഇത് ഒരു 8 മാസം മാത്രം പഴക്കമുള്ള വണ്ടിയാണ്. ആകെ 7000 ചില്ലാനും കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അറിയാലോ, 502X ആണ്. 502X ആണ്. പിന്നെ 502 ഉണ്ടല്ലേ? 502 ഉണ്ട്. അതിന് കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ 2 വരുമ്പോഴത്തേക്കും അലോയ് വീൽസ് ആയിരിക്കും. ഇതിൽ സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വണ്ടി മനസ്സിലാവുന്നത് 502ഉം 502X തമ്മിലുള്ള ഡിഫറൻസ്. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആയിരുന്നു 502ൽ വന്നിരുന്നത്. എക്സിലേക്ക് ആകുമ്പോഴേക്കും ഈ ഒരു സൈഡിലേക്കാണ് എക്സോസ്റ്റ് വരുന്നത്. അതിന് ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വെള്ളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടി ഓഫ് ആവുകയില്ല. ട്വിൻ സിലിണ്ടർ വണ്ടി കൂടെ ഉണ്ട്. അതെ 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 തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു എക്സോസ്റ്റ് നോട്ടൊക്കെ അടിപൊളിയാണ്, അറിയാലോ. ഓൺ റോഡ് ഏതാണ്ട് 820 വരുന്നുണ്ടെന്നാണ് എന്റെ അറിവില്. അപ്പൊ ഈ ബോക്സ് ഒക്കെ കൂടെ ഇതിനായിട്ട് അഡീഷണൽ കുറച്ച് ആക്സസറീസ് ഒക്കെ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രഫൈൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആഡ് ഓൺസ് ഇതിലുണ്ട്. അതെല്ലാം കൂടെ ഒരു 8.5 വന്നിട്ടുണ്ട്. ആണോ അതിന്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ച്? തീർച്ചയായിട്ടും. പിന്നെ അതിന്റെ എക്സോസ്റ്റിംഗ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതിന് തന്നെ ഒരു ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പാഡിൽ സ്റ്റേ ഉണ്ട് 2 സൈഡിലും. പിന്നെ ബോക്സ്, മഡ് ഗാർഡ്. ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടോ നല്ല രസമായിരിക്കും. നല്ല ബേസ് ഉള്ള സൗണ്ടാണ് അല്ലേ? അതെ അതെ. നേരത്തെ ഒരു പൊട്ടൽ പൊട്ടിയാണ്ടാ റോജ, എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഇതിന്റെ ഒരു പില്ലൻ സീറ്റാണ്. ബാക്കിൽ ഇരിക്കുന്നവർക്ക് വളരെ കംഫർട്ടബിൾ. സത്യം, സത്യം ലോങ് ടൂറിങ്ങിന് ബെസ്റ്റ് ആണോ ഈ വണ്ടി. പിന്നെ നമ്മുടെ നടുവിനൂടെ സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്കും. അതായത് ഡെർനും പില്ലനും പക്ക കംഫർട്ടബിൾ ആയിട്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടാണ് ബെനലി ചെയ്തിരിക്കുന്നത്. പിന്നെ നടുവിന് നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും. പിന്നെ അതുകൊണ്ട് ചാർജിങ് ഒക്കെ ഉണ്ടോ? ചാർജിങ് ഉണ്ട്. ഓ, അതുപോലെ തന്നെ അത്യാവശ്യം ടൂർ പോകാനുള്ള എല്ലാ സാധനവും ഈ വണ്ടിയിലുണ്ട്. സെറ്റാണ്. ഈ വണ്ടി എടുക്കുന്ന ടൂർ പോവാ, പെട്രോൾ അടിക്കാൻ പോവാ. റോജ, ഈ ടോപ്പ് ബോക്സ് ആഡ് ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താണ്? ഒരുപാട് സാധനങ്ങൾ ഇതിന്റെ അകത്തിരിക്കും. സേഫ് ആയിട്ടിരിക്കും. സത്യം. നമ്മുടെ ഉള്ളിൽ നല്ല ഇതുകൊണ്ടല്ലേ, നമ്മുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനത്തിൽ ആഡ് ചെയ്യുന്നത്. മഴ കൊള്ളാതെ. പിന്നെ കീയോ ഉണ്ട്, അതുകൊണ്ട് സേഫ് ആയിട്ട് ഇരുന്നോളും. സെക്യൂർഡാണ്. വേണമെങ്കിൽ നമുക്ക് അയച്ചു പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇത് അയച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. അതിന് എക്സ്ട്രാ കീയോ ഉണ്ടല്ലേ? അതിന് എക്സ്ട്രാ കീയോ ഉണ്ട്. നല്ല കിടലൻ ബോക്സ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ 502C ക്രൂയിസർ. ഇത് മെയിൻലി ഒരു ക്രൂസിംഗ് ബൈക്കാണ്. അതിന്റെ ഒരു മോഡലും ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലത്തെ ഒരു ബൈക്ക് വേറൊരു ബ്രാൻഡിലും ഉണ്ട്. അതെ അല്ലേ? നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തെങ്കിലും കമന്റിൽ അറിയിക്കാട്ടാ. എനിക്ക് അത്രയും പറയാനുള്ളൂ ഇതിനെ പറ്റിയുള്ള ലുക്ക്. സത്യം, ഒരു മസ്കുലർ ലുക്കാണ്. ടാങ്കിന്റെ ഒരു വലിപ്പം നോക്കി. ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി എത്രയാണ്? 21 ലിറ്റർ ആണെന്നാണ് എന്റെ അറിവ്. TRK ഏതാണ്ട് 20 ലിറ്ററോളാണ്. നല്ല മാസീവ് ആയിട്ടുള്ള ടാങ്ക് ആണല്ലേ? വലിയ ടാങ്കാണ് ഇതിൽ വരുന്നത്. കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും നമുക്ക്. ഇതെല്ലാം ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിന്റെ. പിന്നെ ഈ ഒരു വണ്ടിയില്ല റോജ, പ്യൂർലി ഒരു സോളോ റൈഡിനുള്ള സാധനം ഉണ്ട്. ശരിയാണ്. ബാക്കിൽ സീറ്റ് പറയാനില്ല, വെറുതെ കൊടുത്തേക്കോ. ഞാൻ ഒരിക്കലും പറയില്ല ബാക്കിലിരുന്ന് യാത്ര ചെയ്യാനായിട്ട്. കാരണം ഒട്ടും സേഫ് അല്ല. ശരിക്കും ഇത് ഒരു സോളോ റൈഡിനുള്ള സാധനമാണ്. പെട്രോൾ അടിക്കുക, നേരെ 1000-1500 കിലോമീറ്റർ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നു. ഇപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ളവർക്കൊക്കെ പോകണമെന്നെങ്കിൽ വീഴണ സമയത്ത് എത്രയും ഈ കപ്പിൾസിന് പറ്റിയ വണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ്ങിൻ്റെ ഇടയ്ക്ക് അഥവാ വീഴാൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാല അങ്ങനത്തെ സാധനമല്ലേ. അപ്പൊ എന്തായാലും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനത്തെ നല്ല ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം അല്ലേ? അതെ. വേണമെങ്കിൽ ഇതിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ബാക്ക് റെസ്റ്റ് കൊടുക്കാവുന്നതാണ്. അല്ല, ബാക്ക് റെസ്റ്റിന്റെ ആവശ്യമില്ലെന്നേ. അതാകുമ്പോൾ സ്ലിപ്പ് പിടിക്കാൻ പറ്റില്ല. പിന്നെ അത് കൂടാണ്ട് വേറൊരു കാര്യം പറഞ്ഞത് ഇതിന്റെ ബാക്കിലെ ലുക്കാണ്. ടെയിൽ ലൈറ്റ് സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ വന്നതിന് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതിന്റെ ടെയിൽ ലൈറ്റിന്റെ ഭംഗി നോക്കിയേ. ബാക്കിലെ ടെയിൽ ലൈറ്റ് ഒക്കെ വെറുതെ നല്ല ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും കാണാൻ അടിപൊളിയാണ്. അതുകൂടാണ്ട് ഈ വണ്ടി ഒരു ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ ഇതിന് ഫ്രണ്ടിൽ ചെറിയൊരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അല്ല, നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെറുതാണ്, ചെറിയ ഡിസ്പ്ലേയും വലിയ ടാങ്കും ചെറിയ സീറ്റും വലിയ ടയറുകളും വലിയ എഞ്ചിനും. അതാണ് ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി. അത്യാവശ്യം പവർ ഓറിയന്റഡ് ആണ് അല്ലേ? ഈ വണ്ടിയുടെ പ്രൈസ് എത്രയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? പിന്നെ LED ഹെഡ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കുള്ള പ്രൈസ് വരുന്നത് 7,50,000 ആണ് ഇതിന്റെ ശരിക്കുള്ള കോസ്റ്റ് വരുന്നത്. നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4,95,000 നമുക്ക് ഫൈനൽ ഡീൽ ആവുന്നതാണ്. ജസ്റ്റ് 1 ഇയർ മാത്രം പഴക്കമുള്ളൂ. TRK എത്രയായിരുന്നു പ്രൈസ്? 6,95,000 നമുക്ക് ഫൈനൽ. അത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ 2 വണ്ടിയും സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വണ്ടിക്ക് വാറണ്ടീസ് എങ്ങനെയാണ്? വണ്ടിക്ക് വാറണ്ടി ഉള്ളതാണ്.
1 വർഷവും 8 മാസവും ആയിട്ടുള്ളൂ ഈ 2 വണ്ടികളും ഇറങ്ങിയിട്ട്. ബാക്കിയുള്ള വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ. ഈ 2 വണ്ടി റോജ കേരള വണ്ടി ആയതുകൊണ്ട് 2 വണ്ടിക്ക് ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ ലോൺ നോക്കുന്നവർക്ക് നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണെങ്കിൽ ഒരു 80% വരെ ലോൺ കിട്ടൂലേ? ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ വണ്ടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരേണ്ട സ്ഥലം അതാണ് ഇമ്പോർട്ടന്റ് അല്ലേ? അതെ. H2 ബൈക്സ് കാലൂർ. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് റോജ ഇതിന്റെ എക്സോസ് നോട്ട് ഏൽപ്പിച്ചില്ലല്ലോ. ആണോ? ഇതിന്റെ എക്സോസ് നോട്ടും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. വേഗം വരും. കമ്പാരിറ്റീവ്ലി സൗണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ക്രൂയിസറിന് തോന്നുന്നുണ്ട്. ആണല്ലേ? എന്തായാലും രണ്ടിന്റെ സൗണ്ട് അത്യാവശ്യം നല്ല സൗണ്ടാണ്. ഇതിൻ്റെ അകത്ത് എക്സോസ്റ്റ് സ്റ്റോക്കാണ്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. MVDനെ പറ്റി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം സ്റ്റോക്ക് ബെൻലിയിലും ഈ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വരേണ്ട സ്ഥലം പറയാല H2 ബൈക്സ് കാലൂർ. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.